ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടിയുടെ ഒരു 3-4 പ്രശ്നങ്ങൾക്ക് ഒറ്റ സൊല്യൂഷനുമായിട്ടാണ് ഞാനിവിടെ ഒരു ഹെയർ പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മുടി കെട്ടുപിടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ചകിരി പോലെ ഇരിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ നന്നായിട്ട് അതൊക്കെ മാറുകയും മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി കെട്ടുപിടിക്കുന്നവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ പാക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. വെറും 2 ചേരുവകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ കണ്ടീഷണർ ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തിയാണ്. ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള ചുവന്ന ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച്, അതായത് ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 10-15 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ഒക്കെ നമ്മളുടെ ഹെയറിന് വളരെയധികം നല്ലതാണ്. അത് ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഹെയർ കണ്ടീഷണറാണ് ചെമ്പരത്തി പൂവ്. ചെമ്പരത്തി പൂവിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനിവിടെ ചെമ്പരത്തി പൂവ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതിൻ്റോടൊപ്പം വേറൊരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂവിലേക്ക് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ചെമ്പരത്തിപ്പൂവ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് മിക്സിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാനിപ്പോൾ ഒരു 10-15 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുത്തപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് പിഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും വളരെ കുറച്ച് അതിൻ്റെ ഒരു ജെല്ല് പോലെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മറ്റൊരു ചേരുവ കൂടി ചേർത്താൽ നമ്മളുടെ നാച്ചുറൽ കണ്ടീഷണർ അല്ലെങ്കിൽ നാച്ചുറൽ ഹെയർ പാക്ക് റെഡിയാകും. ഇതിപ്പോൾ ഞാൻ ചെമ്പരത്തി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിന്ന് തുണിയിലൊന്നും അരിച്ചെടുത്തിട്ടില്ല, അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് ജെല്ലി ഫോമിലാണ് ഇതുള്ളത്. ഇനി ഇതിലേക്ക് മറ്റൊരു ചേരുവ കൂടി ചേർക്കാനുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്കത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കറ്റാർ വാഴയുടെ ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കറ്റാർ വാഴയുടെ ജെല്ല് ഉണ്ടാക്കുന്ന വിധം കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. കറ്റാർ വാഴയുടെ മഞ്ഞക്കറ മാറ്റിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇത് രണ്ടും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള നാച്ചുറൽ കണ്ടീഷണർ അല്ലെങ്കിൽ നാച്ചുറൽ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുൻപ് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1/4 മണിക്കൂർ വെച്ച് ഉണങ്ങുന്നതിന് മുൻപ് കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾ റെഗുലറായിട്ട് ഷാമ്പൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷാമ്പൂ ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കണ്ടീഷണറൊക്കെ ചെയ്യുന്നത് പോലെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാലും വളരെ നല്ലതാണ്. മുടിയുടെ സ്പ്ലിറ്റ് എൻഡ്സും കെട്ടുപിണയുന്ന മുടിയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയി മാറുകയും ചെയ്യും. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മുടിക്ക് യാതൊരു ഡാമേജോ ഒന്നും വരികയില്ലെന്ന് മാത്രമല്ല, ഹെയറിൻ്റെ ഹെൽത്ത് ഒന്നുകൂടി ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനലിൽ കുറച്ച് കൂടി ഹെയർ കെയർ വീഡിയോസ് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം നിഞ്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.